വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ബ്രെഡ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നീട് 2 വെളുത്തുള്ളി ചെറുതായി ചതച്ചെടുത്തതും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇവ ചേർത്ത ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്നു കിട്ടുന്നതിന് വേണ്ടി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. വീട്ടിൽ വിരുന്നുകാരെല്ലാം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. ഇപ്പോൾ സവാളയെല്ലാം ആവശ്യത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറി മസാല നന്നായി മൂത്ത് വരുന്ന സമയം വരെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. വേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കുന്നതിന് ഒരു പാനിൽ ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്ത് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായി ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ചിക്കൻ മിക്സിയുടെ ജാറിൽ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്ത് ഇവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ അഥവാ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് 2 മുട്ട എടുത്ത് പുഴുങ്ങിയതിന് ശേഷം ഒരു ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ചിക്കൻ്റെ പീസ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് 6 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് അതിൻ്റെ അരികെല്ലാം ഒന്ന് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിൻ്റെ ആ ബ്രൗൺ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ കട്ട് ചെയ്ത പോർഷൻ എല്ലാം ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ കട്ട് ചെയ്ത പോർഷനും അതിൻ്റെ കൂടെ 2 പീസ് ബ്രെഡും ചേർത്താണ് ഞാനിവിടെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്ത പോർഷൻ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബ്രെഡും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗളിനകത്തേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ ബ്രെഡിൻ്റെ പീസ് മുക്കിയതിന് ശേഷം അതിനകത്ത് ഉണ്ടായിരിക്കുന്ന വെള്ളമെല്ലാം നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുക. നന്നായി പ്രസ് ചെയ്ത് അതിനകത്തുള്ള വെള്ളമെല്ലാം ഒന്ന് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മസാല 2 സ്പൂണോളം ഇതിനകത്തേക്ക് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അരികെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇത് കൂടുതൽ ഷേപ്പാക്കി എടുക്കണമെന്നൊന്നുമില്ല. കാരണം നമ്മളിത് ബ്രെഡ് ക്രംസിൽ നന്നായി കോട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബോൾസ് ഇതുപോലെ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്ത പീസ് ബ്രെഡും വെള്ളത്തിൽ നന്നായി മുക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം നന്നായി ഒന്ന് പ്രസ് ചെയ്ത് മാറ്റിയതിന് ശേഷം ആണ് ഇതിനകത്തേക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫില്ലിങ്സ് ഇതിനകത്തേക്ക് നിറച്ചതിന് ശേഷം അതിൻ്റെ സൈഡെല്ലാം കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക.
അതിനുശേഷം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാ പീസ് ബ്രെഡും ഞാനിവിടെ ഫില്ലിങ്സ് നിറച്ചതിന് ശേഷം ഇതേപോലെ ഉരുട്ടിയെടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായി നമ്മൾ പ്രസ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇവിടെ ഞാൻ ഒരു പ്ലേറ്റിൽ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ബോൾസ് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇത് കോട്ട് ചെയ്യുന്ന വിധത്തിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ആ ബ്രെഡിൻ്റെ മുകളിലുള്ള നനവ് കാരണം ഇത് പെട്ടെന്ന് തന്നെ കോട്ടായി കിട്ടുന്നതാണ്. ഇതുപോലെ എല്ലാ ബ്രെഡ് ബോൾസും ഞാനിങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അഥവാ കോട്ടായി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ ബ്രെഡ് ക്രംസ് ഇതിന് മുകളിൽ ഉരുട്ടിയെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ ബോൾസും ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു പാനിനകത്തേക്ക് ഓയിൽ ചേർത്ത് നന്നായി ചൂടായതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ബോൾസ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഒരേ സമയത്ത് 3 ബോൾസാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇത് വളരെ നല്ല ക്രിസ്പിനെസ് ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇപ്പോൾ ബോൾസ് എല്ലാം ഏകദേശം ഒരേ കളറായി മാറിയിട്ടുണ്ട്. ഇത് ഞാനൊരു അരിപ്പ ഉപയോഗിച്ച് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ബോൾസും നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. തീ അധികം കൂട്ടി വെക്കാൻ പാടില്ല. കാരണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് ഡാർക്കായി മാറും. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് അധികം ഓയിലൊന്നും വലിച്ചെടുക്കുന്ന സ്നാക്ക് റെസിപ്പിയല്ല. നല്ല ക്രിസ്പിനെസ് ആയിട്ടുള്ള നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ബോൾസും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും കൂടുതൽ നോമ്പ് തുറ റെസിപ്പീസുമായി ഞാൻ അടുത്ത് തന്നെ വരുന്നതാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക.